നമസ്കാരം. എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ, ഒരു ഐഡിയയ്ക്ക്, ഒരു ആശയത്തിന് ആരാണ് യഥാർത്ഥ ഉടമയെന്ന്? അങ്ങനെ ഒരു ഉടമസ്ഥാവകാശം ഉണ്ടെങ്കിൽ തന്നെ അതിന്റെ വിലയെന്താണ്? പേറ്റന്റുകളുടെ വളരെ കൗതുകകരമായ ഈ ലോകത്തേക്ക് നമുക്കൊന്ന് ആഴത്തിലിറങ്ങിച്ചെല്ലാം. ഒന്ന് ആലോചിച്ചു നോക്കൂ. നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന സ്മാർട്ട് ഫോൺ, അല്ലെങ്കിൽ ഒരു ജീവൻ രക്ഷിക്കാൻ സഹായിക്കുന്ന മരുന്ന്, ഇതിന്റെ എല്ലാം പിന്നിൽ ഒരാളുടെയോ ഒരു കൂട്ടം ആളുകളുടെയോ ഒരു ബ്രില്യൻ്റ് ഐഡിയ ഉണ്ട്. അപ്പോൾ ആ ഐഡിയയുടെ ഉടമസ്ഥാവകാശം ആർക്കാണ്? അത് എങ്ങനെയാണ് തീരുമാനിക്കപ്പെടുന്നത്? നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് വരാം. എന്താണ് ഈ പേറ്റന്റ് എന്ന് പറഞ്ഞാൽ? വളരെ ലളിതമായി പറഞ്ഞാൽ, ഒരു പുതിയ കണ്ടുപിടുത്തത്തിന് കിട്ടുന്ന ഒരുതരം 20 വർഷത്തേക്കുള്ള കുത്തക കൂപ്പണാണത്. പക്ഷെ സംഭവം അത്ര സിമ്പിളല്ല കേട്ടോ. നമുക്ക് വിശദമായിട്ട് തന്നെ മനസ്സിലാക്കാം. പേറ്റന്റ് എന്ന് പറയുന്നത് ഒരു പുതിയ കണ്ടുപിടുത്തത്തിന് ഒരു ഗവൺമെന്റ് നൽകുന്ന നിയമപരമായ ഒരു അവകാശമാണ്. ഇത് കിട്ടിക്കഴിഞ്ഞാൽ ആ കണ്ടുപിടുത്തം നടത്തിയ ആൾക്ക് ഏകദേശം 20 വർഷത്തേക്ക് ആ ഉൽപ്പന്നം ഉണ്ടാക്കാനും ഉപയോഗിക്കാനും വിൽക്കാനുമുള്ള ഒരു എക്സ്ക്ലൂസീവ് അധികാരം കിട്ടും. അതായത് ആ സമയത്ത് വേറെ ആർക്കും അത് കോപ്പിയടിക്കാൻ പറ്റില്ല. എന്നാൽ മനസ്സിൽ തോന്നുന്ന എല്ലാ ഐഡിയകൾക്കും പേറ്റന്റ് കിട്ടുമോ? ഇല്ലയല്ല. അതിന് പ്രധാനമായും 3 കടമ്പകൾ കടക്കണം. ഒന്നാമത്തത് പുതുമ അല്ലെങ്കിൽ നോവൽറ്റി. നിങ്ങളുടെ കണ്ടുപിടുത്തം ലോകത്തിന് തന്നെ പുതിയതായിരിക്കണം, മുമ്പ് ആരും ചെയ്യാത്ത ഒന്നായിരിക്കണം. രണ്ടാമത്തത് ഇൻവെന്റീവ് സ്റ്റെപ്പ്. അതായത് ആ ഫീൽഡിൽ അത്യാവശ്യം വിവരമുള്ള ഒരാൾക്ക് നോക്കിയാൽ, ഓ, ഇത് സിമ്പിളല്ലേ എന്ന് തോന്നാൻ പാടില്ല. ഒരു ഇൻ്റലിജന്റ് സ്റ്റെപ്പ് അതിൽ വേണം. മൂന്നാമത്തത് ഇൻഡസ്ട്രിയൽ ആപ്ലിക്കബിലിറ്റി. ഇത് വെറുമൊരു തിയറി ആയിരുന്നാൽ പോരാ, അത് ഉണ്ടാക്കാനും ഉപയോഗിക്കാനും പറ്റുന്ന ഒന്നായിരിക്കണം. ശരി, അപ്പോൾ ഈ പേറ്റന്റ് എന്ന ആശയം ഇന്നോ ഇന്നലെയോ തുടങ്ങിയതാണോ? അല്ലേയല്ല. നമുക്കിതിന്റെ ചരിത്രത്തിലൂടെ പെട്ടെന്ന് പോയി വരാം. പുരാതന ഗ്രീസിൽ നിന്ന് തുടങ്ങി ഇന്നത്തെ ഗ്ലോബൽ നിയമങ്ങൾ വരെ ഇതെങ്ങനെ വളർന്നു എന്ന് നോക്കാം. വിശ്വസിക്കാൻ പ്രയാസമായിരിക്കും, പക്ഷേ ഇതിന്റെ വേരുകൾ പോകുന്നത് പുരാതന ഗ്രീസിലേക്കാണ്. ഏകദേശം 500 BCE. അന്ന് പുതിയതരം പാചക വിഭവങ്ങൾ ഉണ്ടാക്കുന്നവർക്ക് ഒരുതരം സംരക്ഷണം കൊടുത്തിരുന്നു. പിന്നെ നൂറ്റാണ്ടുകൾ കഴിഞ്ഞ് 1624 ഇംഗ്ലണ്ടിലും 1790 അമേരിക്കയിലുമൊക്കെ നിയമങ്ങൾ വന്നു. പക്ഷേ ശരിക്കും ഒരു ഗ്ലോബൽ ചേഞ്ച്, ഒരു ഗെയിം ചേഞ്ചർ വരുന്നത് 1995 വേൾഡ് ട്രേഡ് ഓർഗനൈസേഷന്റെ ട്രിപ്സ് എഗ്രിമെന്റ്. അതോടുകൂടിയാണ് ഈ 20 വർഷത്തെ പേറ്റന്റ് കാലാവധി ലോകം മുഴുവനൊരു സ്റ്റാൻഡേർഡ് ആയത്. ഓക്കെ, ചരിത്രം അവിടെ നിൽക്കട്ടെ. നമുക്ക് തിരിച്ച് ഇന്നത്തെ കാലത്തേക്ക് വരാം. എന്തിനാണ് ഈ കമ്പനികളെല്ലാം ഒരു ഐഡിയ കിട്ടിയാൽ ഉടനെ അത് പേറ്റന്റ് ചെയ്യാൻ ഓടുന്നത്? അതാണ് പേറ്റന്റിന്റെ യഥാർത്ഥ ശക്തി. പ്രധാനമായും 3 തരം പേറ്റന്റുകളുണ്ട്. യൂട്ടിലിറ്റി പേറ്റന്റ്. അത് സിമ്പിളായി പറഞ്ഞാൽ ഒരു സാധനം എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നതിനാണ്. ഒരു മരുന്ന് അല്ലെങ്കിൽ ഒരു പുതിയ തരം എൻജിൻ. അടുത്തത് ഡിസൈൻ പേറ്റന്റ്. ഇത് അതിന്റെ വർക്കിങ്ങിനല്ല, ലുക്കിനാണ് പ്രാധാന്യം. ഒരു കോളാക്കുപ്പിയുടെ ആ പ്രത്യേക ഷേപ്പ് നിങ്ങൾ കണ്ടിട്ടില്ലേ? അത് തന്നെ. പിന്നെ വരുന്നു ബിസിനസ് മെത്തഡ് പേറ്റന്റ്. ആമസോണിന്റെ 1 ക്ലിക്ക് ബയിങ് സിസ്റ്റം ഇല്ലേ? അതുപോലുള്ള ബിസിനസ് രീതികൾക്ക് കൊടുക്കുന്നതാണ് ഇത്. എല്ലാ രാജ്യങ്ങളിലും ഇത് കൊടുക്കാറില്ല കേട്ടോ. അപ്പോൾ ഒരു കമ്പനിക്ക് ഒരു പേറ്റന്റ് കിട്ടിയാൽ എന്താണ് ഗുണം? ഒന്ന്, മാർക്കറ്റിൽ അതൊരു മൊണോപ്പൊളി, ഒരു കുത്തകാവകാശം കിട്ടും. വേറെ ആർക്കും അത് കോപ്പിയടിക്കാൻ പറ്റില്ല. 2, ഈ പേറ്റന്റ് വേണമെങ്കിൽ വിൽക്കാം, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഉപയോഗിക്കാൻ ലൈസൻസ് കൊടുത്ത് പണമുണ്ടാക്കാം. പിന്നെ ഇൻവെസ്റ്റേഴ്സിനെ ആകർഷിക്കാൻ ഇത് വലിയൊരു ഘടകമാണ്. ചുരുക്കി പറഞ്ഞാൽ ഒരു കമ്പനിയുടെ വില തന്നെ കൂട്ടാൻ ഈ പേറ്റന്റിന് സാധിക്കും. അതാണ് സ്ട്രാറ്റജി. ഇനി നമ്മൾ വരുന്നത് ഈ വിഷയത്തിലെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയൊരു ഭാഗത്തേക്കാണ്, നമ്മുടെ സ്വന്തം ഇന്ത്യയുടെ കഥയിലേക്ക്. കാരണം പേറ്റന്റ് നിയമത്തിന്റെ കാര്യത്തിൽ ഇന്ത്യ ഒരു വ്യത്യസ്തമായ വഴിയാണ് തെരഞ്ഞെടുത്തത്. കമ്പനികളുടെ ലാഭമാണോ അതോ ജനങ്ങളുടെ ആരോഗ്യമാണോ വലുത്? ഈ വലിയ ചോദ്യത്തിന് ഇന്ത്യ എങ്ങനെ ഉത്തരം കണ്ടെത്താൻ ശ്രമിച്ചു എന്ന് നമുക്ക് നോക്കാം. സംഭവം തുടങ്ങുന്നത് 1970കളിലാണ്. അതിനു മുൻപ് എന്തായിരുന്നു അവസ്ഥ? വലിയ വിദേശ മരുന്ന് കമ്പനികൾ അവരുടെ പേറ്റന്റ് വെച്ച് ഇന്ത്യയിൽ മരുന്നുകൾക്ക് ഭയങ്കര വിലയിട്ടിരുന്നു. സാധാരണക്കാർക്ക് പല ജീവൻ രക്ഷാ മരുന്നുകളും വാങ്ങാൻ പോലും പറ്റാത്ത അവസ്ഥ. അപ്പോഴാണ് ഇന്ത്യ തീരുമാനിച്ചത്, ഈ കളി ഇങ്ങനെ പോയാൽ ശരിയാവില്ല, നിയമങ്ങൾ മാറ്റിയെഴുതണമെന്ന്. അപ്പോൾ എന്തായിരുന്നു ആ വലിയ മാറ്റം? അത് പ്രോഡക്റ്റ് പേറ്റന്റും പ്രോസസ് പേറ്റന്റും തമ്മിലുള്ളൊരു വ്യത്യാസമായിരുന്നു. കേൾക്കുമ്പോൾ കുറച്ച് ടെക്നിക്കലായി തോന്നാം, പക്ഷേ സംഭവം സിമ്പിളാണ്. സാധാരണ ലോകം മുഴുവൻ കൊടുക്കുന്നത് പ്രോഡക്റ്റ് പേറ്റന്റാണ്. അതായത് ഒരു മരുന്ന് കണ്ടുപിടിച്ചാൽ ആ മരുന്നിനാണ് പേറ്റന്റ്, പിന്നെ ആർക്കും അതുണ്ടാക്കാൻ പറ്റില്ല. പക്ഷേ ഇന്ത്യ എന്ത് ചെയ്തു? ഇന്ത്യ പറഞ്ഞു, ഞങ്ങൾ പ്രോഡക്റ്റിന് പേറ്റന്റ് കൊടുക്കില്ല, പകരം അതുണ്ടാക്കുന്ന പ്രോസസ്സിന്, അതായത് രീതിക്ക് മാത്രമേ പേറ്റന്റ് കൊടുക്കൂ എന്ന്. ഇതിന്റെ ഇമ്പാക്റ്റ് എന്താണെന്നറിയോ? ഇന്ത്യൻ കമ്പനികൾക്ക് അതേ മരുന്ന് പക്ഷേ വേറൊരു രീതിയിലുണ്ടാക്കാൻ പറ്റി. ഇതോടെ ഇന്ത്യയിൽ വില കുറഞ്ഞ ജനറിക് മരുന്നുകളുടെ ഒരു വിപ്ലവം തന്നെയുണ്ടായി. ഈ മാറ്റം എത്രത്തോളം വലുതായിരുന്നു എന്ന് മനസ്സിലാക്കാൻ ഈ കണക്കുകൾ നോക്കിയാൽ മതി. പഴയ സിസ്റ്റത്തിൽ എയ്ഡ്സ് രോഗത്തിനുള്ള ഒരു വർഷത്തെ മരുന്നിന് വില വന്നിരുന്നത് ഏകദേശം $10,000 ആയിരുന്നു. ഒരു സാധാരണക്കാരന് ചിന്തിക്കാൻ പോലും പറ്റാത്ത തുക.
എന്നാൽ ഇന്ത്യൻ ജനറിക് കമ്പനികൾ ഇതേ മരുന്ന് ഉണ്ടാക്കാൻ തുടങ്ങിയതോടെ എന്ത് സംഭവിച്ചെന്നോ ആ വില നേരെ $350 കൂപ്പുകൊത്തി. ഒന്ന് ആലോചിച്ചു നോക്കൂ, $10,000 നിന്ന് 350 ഇത് ലക്ഷക്കണക്കിന് ആളുകളുടെ ജീവൻ രക്ഷിക്കാൻ കാരണമായി. വെറുതെയല്ല ഇന്ത്യയെ ഫാർമസി ഓഫ് ദ വേൾഡ് എന്ന് ലോകം വിളിക്കാൻ തുടങ്ങിയത്. പക്ഷേ ഈ കഥ ഇവിടെ തീരുന്നില്ല. 2005 ആയപ്പോഴേക്കും ഗ്ലോബൽ റൂൾസ്, അതായത് WTOയുടെ നിയമങ്ങൾ പാലിക്കാൻ ഇന്ത്യയ്ക്കൊരു സമ്മർദ്ദം വന്നു. അതിന്റെ ഭാഗമായി ഇന്ത്യയ്ക്കും പ്രൊഡക്റ്റ് പേറ്റന്റ് സിസ്റ്റത്തിലേക്ക് മാറേണ്ടി വന്നു. പക്ഷെ അവിടെയും ഇന്ത്യ ഒരു ട്വിസ്റ്റ് കൊണ്ടുവന്നു. ശരി, ഞങ്ങൾ നിയമം മാറ്റാം, പക്ഷേ ഞങ്ങളുടെ ജനങ്ങളെ സംരക്ഷിക്കാൻ ചില പ്രത്യേക അധികാരങ്ങൾ ഞങ്ങൾ നിയമത്തിൽ എഴുതിച്ചേർക്കും എന്ന് ഇന്ത്യ നിലപാടെടുത്തു. ആ അധികാരങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട 2 എണ്ണമാണ് ഈ കാണുന്നത്. ഒന്ന്, സെക്ഷൻ 3D. ഇത് എവർഗ്രീനിംഗ് എന്ന് പറയുന്നൊരു പരിപാടി തടയാനാണ്. എന്താണ് ഈ എവർഗ്രീനിംഗ്? ഒരു കമ്പനി ഒരു മരുന്നിന് പേറ്റന്റ് എടുക്കും. 20 വർഷം കഴിയാറാവുമ്പോൾ ആ മരുന്നിൽ ഒരു ചെറിയ, അത്ര പ്രാധാന്യമില്ലാത്ത മാറ്റം വരുത്തി വീണ്ടും പുതിയ പേറ്റന്റിന് അപേക്ഷിക്കും. ഈ കളി നടക്കില്ല എന്ന് സെക്ഷൻ 3D ഉറപ്പുവരുത്തി. രണ്ടാമത്തേത് കമ്പൽസറി ലൈസൻസിംഗ്. അതായത് ഒരു പേറ്റന്റുള്ള മരുന്ന് ഒരു കമ്പനി ഭയങ്കര വിലയിട്ടാണ് വിൽക്കുന്നതെങ്കിൽ സർക്കാരിന് ഇടപെടാം, മറ്റ് കമ്പനികളോട് ആ മരുന്നുണ്ടാക്കാൻ പറയാം. അതാണ് സംഭവം. അപ്പോൾ ഈ നിയമങ്ങളൊക്കെ വെറുതെ കടലാസിലൊതുങ്ങിയോ? ഇല്ലയല്ല. ഇന്ത്യയുടെ കോടതികളിൽ വലിയ നിയമയുദ്ധങ്ങൾ തന്നെ നടന്നു. നമുക്കതിലെ ചില പ്രശസ്തമായ കേസുകളൊന്ന് നോക്കാം. ഈ ടേബിളിലേക്ക് നോക്കൂ. ഓരോന്നും ഓരോ ചരിത്രമാണ്. 2013 സ്വിസ് ഭീമനായ നൊവാർട്ടിസ് അവരുടെ ഗ്ലിവെക് എന്ന ക്യാൻസർ മരുന്നിന് പേറ്റന്റ് നീട്ടാൻ ശ്രമിച്ചു. പക്ഷേ ഇന്ത്യയുടെ സുപ്രീം കോടതി സെക്ഷൻ 3D ചൂണ്ടിക്കാട്ടി അത് തള്ളി. 2012 ബെയർ എന്ന കമ്പനിയുടെ നെക്സാവർ എന്ന ക്യാൻസർ മരുന്നിന്റെ കേസ് വില താങ്ങാൻ പറ്റുന്നതിലും അപ്പുറമായിരുന്നു. അപ്പോൾ ഇന്ത്യ ചരിത്രത്തിൽ ആദ്യമായി കമ്പൽസറി ലൈസൻസ് കൊടുത്തു. വില എത്ര കുറഞ്ഞെന്നോ? 97%. അതുപോലെ ആമസോൺ അവരുടെ 1 ക്ലിക്ക് ഷോപ്പിംഗ് സിസ്റ്റത്തിന് പേറ്റന്റിന് അപേക്ഷിച്ചപ്പോൾ അതും ഇന്ത്യ തള്ളി. അപ്പോൾ ഇത്രയൊക്കെ കേട്ടപ്പോൾ ഈ പേറ്റന്റ് സിസ്റ്റം ശരിക്കും എന്തിനു വേണ്ടിയുള്ളതാണ് എന്ന് നമുക്ക് തോന്നാം, അല്ലേ? ഇതിന്റെ പ്രധാന ഉദ്ദേശം എന്താണ്? ഈയൊരു വാചകം ഒരുപക്ഷെ അതിനുത്തരം നൽകും. കണ്ടുപിടുത്തവും സാമ്പത്തിക നേട്ടവും തമ്മിലുള്ള ഒരു പാലമാണ് പേറ്റന്റുകൾ. അതായത് പുതിയ കണ്ടുപിടുത്തങ്ങൾ ഉണ്ടാകാനും അത് കണ്ടുപിടിച്ചവർക്ക് അതിൽ നിന്ന് സാമ്പത്തിക നേട്ടമുണ്ടാക്കാനും സഹായിക്കുന്ന ഒരു സംവിധാനം. പക്ഷേ ഇന്ത്യയുടെ കഥ നമ്മളെ പഠിപ്പിക്കുന്നത് മറ്റൊരു കാര്യമാണ്. ആ പാലം പണിയുമ്പോൾ ഇന്നൊവേഷനും സാമ്പത്തിക നേട്ടത്തിനും മാത്രം പ്രാധാന്യം കൊടുത്താൽ മതിയോ? അതോ ആ കണ്ടുപിടുത്തങ്ങൾ സാധാരണ ജനങ്ങളിലേക്ക് എത്തുന്നുണ്ടോ എന്നുകൂടി നോക്കണോ? കണ്ടുപിടുത്തവും പൊതുജനങ്ങളുടെ അവകാശവും, ഇവ രണ്ടും തമ്മിൽ ശരിയായൊരു ബാലൻസ് കണ്ടെത്താൻ നമുക്ക് കഴിയുമോ? ഇത് വളരെ സങ്കീർണമായൊരു ചോദ്യമാണല്ലേ? ഇതിനൊരു എളുപ്പമുള്ള ഉത്തരമില്ല.